എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ് ഫോട്ടോസ് മാറി മാറി വരുന്നതെന്ന് കണ്ടോ? നമുക്കൊന്നൊന്നല്ലേ മലേഷ്യയിൽ പോയി വന്നാലോ? യെസ്, കം ഓൺ. ലോലിപോപ്പും കൊണ്ട് നമ്മുടെ സുസുക്കി നടന്ന് പോകുന്നുണ്ട്. സുസുക്കി എവിടെയാ പോകുന്നത്? എവിടെയാ പോകുന്നത്? ഞങ്ങൾ മലേഷ്യ കാണാൻ ലുലു മാളിൽ പോയി. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഫോട്ടോ പോസ് എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നാറ് ചേട്ടനോട് 2-3 ഫോട്ടോ എടുത്തരാൻ പറഞ്ഞതാണ്. ചേട്ടനെടുത്ത് റെഡിയാക്കി തന്നതാണിത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് എല്ലാവരും കാല് വേദന എടുക്കുന്നു, മുട്ടും വേദന എടുക്കുന്നു. എന്തിനാ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്? പറ, എന്തിനാ ഓടുന്നത് പറ. ഒന്നും മിണ്ടുന്നില്ല, ഈ പെണ്ണൊന്നും മിണ്ടുന്നില്ല. അയ്യോ, ഇങ്ങനെ നടന്ന് പെണ്ണിൻ്റെ പിന്നാലെ ഓടി പോയപ്പോണ്ടല്ലോ. അതുവഴി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി സുസുക്കി അവക്കൊരു ലോലിപോപ്പ് കൊടുത്തു. പിന്നെ ആ വീനോ ബേബീൻ്റെ ക്രീം ഞങ്ങൾക്ക് കുറേ കിട്ടി. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് കുറേ മലേഷ്യക്കാർ. എന്ത് രസമല്ലേ ഈ ചേച്ചിമാരല്ല, ഈ കുട്ടികളെ കാണാൻ എന്ത് രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഇതുപോലൊരു ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇനി അതൊന്നും നടക്കുന്നു തോന്നില്ല. ആഗ്രഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി ഞാൻ അവരുടെ ഈ ഫോട്ടോ എന്തിനെടുത്തത്? അവരുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ അവിടെ നിന്നു. എന്ത് രസമല്ലേ. എന്തായാലും അതുപോലൊന്നും ആകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതൊക്കെ കണ്ട് സമാധാനിക്കാലോ അല്ലേ. ഈ സുസുക്കി പെണ്ണ് ഈ ലോകം മൊത്തം ഓടിക്കളിച്ചിട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കുമായിരുന്നു ഗൈസ്. ഇതുപോലുള്ള കുട്ടികളുള്ള അമ്മമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകും. വന്നത് രാവിലെ അല്ല, ഉച്ചക്കങ്ങനായിരുന്നെങ്കിലും ഇപ്പോൾ വൈകുന്നേരം ആവാനേ. കണ്ടോ, ഈ ലുലു മാളിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്നാലും നമുക്ക് സമയം മറന്നു പോകും, മനസ്സിലാവില്ല. അപ്പോഴാണ് നല്ല പാട്ട്, മലേഷ്യൻ ഡാൻസ്. ശരിക്കും ഇത് കാണുമ്പോൾ മലേഷ്യയിൽ പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ. എന്ത് രസമല്ലേ ഇങ്ങനെ ഇവരുടെ ഡാൻസാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഇത്ര ചാടിയിട്ടൊന്നുമല്ല കളിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് ബോറടിക്കില്ല എന്ന് വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റാക്കിയതായത്. അങ്ങനെ ആ ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളും ഡാൻസ് കളിക്കുന്നു. നല്ല രസമുണ്ടല്ലേ, നല്ല സ്ലോ ആയിട്ട് കളിക്കാൻ. പക്ഷെ കളിക്കുന്നത് കാണാൻ എന്തൊരു സൗണ്ട് വെച്ചായിരുന്നേ. എങ്ങനെയാക്കി സൗണ്ട്? എങ്ങനെയാക്കി ഇതൊക്കെ പറ. എല്ലാവരും ഡാൻസ് കളിക്കുവാണെന്ന് പറ. പിന്നെന്താ ചെയ്യുന്ന പറ. അത് മലേഷ്യക്കാരുണ്ടല്ലോ, ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് ധനുസ നോക്കുന്നേ ഇവരിങ്ങനെ ഭയങ്കര ഇപ്പം നല്ല രസമില്ലേ. നെക്സ്റ്റ് ഡാൻസ് ഉണ്ടല്ലോ, നല്ല ഇങ്ങനെ കാട്ടാളന്മാരുടെ വേഷം കിട്ടിയിട്ടൊരു ഡാൻസ് നോക്കിയപ്പോൾ ആ ഡാൻസ് കണ്ടപ്പോൾ സുസുക്കി ഞെട്ടി വിറച്ചിട്ട് അതെന്നെ ഇങ്ങനെ എന്തോന്ന് പേടിച്ചിട്ട് ചെറിയൊരു പേടിയായിരുന്നു. ഇത് ഭയങ്കര സൗണ്ടില്ലെന്ന് വിളിച്ചത്. ഇത് കണ്ടപ്പോൾ സുസുക്കി പേടിച്ച് കൊണ്ട് നോക്കുന്നുണ്ടാ. അതുവരെ അങ്ങനെ ഓടിക്കൊണ്ട് നടന്ന സുസുക്കി ഇത് കാണാൻ തുടങ്ങിയപ്പം ഓടി നോക്കുന്നു. നല്ല രസമുണ്ടല്ലേ. എങ്ങനെയാണ് മലേഷ്യയിലെ സാധനങ്ങളുടെ ഈ തലയിൽ വെച്ചിരിക്കുന്ന പക്ഷീൻ്റെ തൂവലല്ലേ ഇതൊക്കെ എങ്ങനെ ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലേ. ചോദിച്ചു ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിൽ. ഞാൻ വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിച്ചു. എന്താ പേര് പറഞ്ഞിരുന്നു ഈ ഡാൻസൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചടങ്ങുന്നു. അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഇവർ മലേഷ്യയിൽ നിന്നില്ലേ ഒരു നല്ല രസമുള്ള മാലയുണ്ടല്ലോ, ഇതിലെവിടെയും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നല്ല മുത്തിൻ്റെ മാലയെ കൊണ്ടുതരുന്നത്, കുറേ കളറ്. നിങ്ങളത് മലേഷ്യയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ അല്ലെ ഇവിടുന്ന് വാങ്ങിക്കണമെങ്കിൽ എന്തായാലും മിനിമം ഒരു 100 രൂപീസ് ഒന്നും കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവർ ഫ്രീ ആയിട്ട്
ഈ ഡാൻസ് കാണാൻ വന്ന ഓരോരുത്തർക്കും അവരിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കല്ല, അവരുടെ എന്താണ് ഫേസ്ബുക്ക് പേജോ അതൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ അവർ ഞങ്ങളുടെ ഫോൺ വാങ്ങിയിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ മാല ഞങ്ങൾക്ക് തരും. നല്ല ആചാരമായിരുന്നു. എന്ത് രസമല്ലേ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കട ഡാൻസ് കളിക്കുന്നതാണ്. നല്ല ഡ്രസ്സ്, നല്ല ഡാൻസ്. കളിക്കട്ടെ, ഡാൻസ് കളിക്കട്ടെ. ഡാൻസ് വേഷൻ്റെ പോയിരുന്നിരിക്കുമായിരുന്നു. എന്നാലും ഡാൻസ് കണ്ടപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു അത്. ഡാൻസ് നോക്കിക്കൊണ്ടേയിരുന്നു കുറേ സമയം. ലാസ്റ്റ് തിരിച്ചു വന്നത് 6 മണിയാണ്. മലേഷ്യൻ ഡാൻസ് നിങ്ങൾക്ക് നല്ല രസമായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. എനിക്ക് ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇതെന്ത് പരിപാടിയാണ് അടുത്ത്, ആർക്കും എൻ്റെ ഇഷ്ടമല്ല. ഇത് കണ്ടാ നമ്മൾ എന്താണ് കറുത്ത പെണ്ണി നിന്നെ കാണാനിട്ട് ആ പാട്ടിൻ്റെ സിനിമയിൽ വരുന്ന അതെന്നെ ഉണ്ട്. അതിലങ്ങനെയല്ല ഇത് അവരുടെ നാട്ടിൽ ബുദ്ധുഗവ് നാട്ടിൽ എവിടെയോ കണ്ടിട്ടില്ലേ ഈ ഒരു സംഭവം. ഇതെന്നിട്ട് ഓരോ ആളെ വിളിച്ചിട്ട് അവർ ചെയ്യിപ്പിച്ചിന് കേട്ടോ, വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുണ്ടല്ലേ. എന്നിട്ട് തനൂസൊക്കെ പോയി അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസറൊക്കെ പറഞ്ഞു. അപ്പോൾ സമ്മാനം കിട്ടിയത് ക്യാപ്പ്, പിന്നെ ഒരു ഹെഡ്സെറ്റും കിട്ടി. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതാ ഓടി വരുന്നു, കറക്കാൻ വേണ്ടി വരുന്നു. ഇവിടുന്ന് കറക്കിയിട്ട് കിട്ടിയത് വെറും ക്യാപ്പാണ് കേട്ടോ. അതിനിടെയാണ് കൊണ്ടുവരുന്നുണ്ട്. അത് ധനുക്കുട്ടി, ധനുക്കുട്ടി, ധനുക്കുട്ടി. ഒന്നൊന്ന് ഇരുന്നിരുന്ന് ഇരിക്കാൻ വേണ്ടിയില്ല. ലാസ്റ്റ് മതിയായി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മതിയായിട്ടുണ്ടാവല്ലേ. പോകല്ലേ പോകല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു എന്നാൽ പിന്നെ എല്ലാം കഴിയാനായിട്ട് നിർത്തി അവസാനിപ്പിക്കുന്നു. കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്.